പട്ടിയുണ്ട് സൂക്ഷിക്കുക. സാധാരണ ഗേറ്റുകളിൽ കാണാറുള്ള ബോർഡ്. എന്നാൽ ഗേറ്റിന് പുറത്താണ് പട്ടിയെങ്കിലോ? ഹോസ്റ്റൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജാണ് വിഷയം. വാർഡൻ്റെ വക അറിയിപ്പ്. ഗേറ്റിന് പുറത്തുള്ള റോഡിൽ ഒരു നായ പലരെയും പിന്നിലൂടെ ചെന്ന് ആക്രമിക്കുന്നു. അന്തേവാസികൾ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുക. എല്ലാവരും അങ്കലാപ്പിലായി. നായയെ എങ്ങനെ തന്ത്രപരമായി നേരിടാം? യൂട്യൂബിൽ പരതി. 100 കണക്കിന് വീഡിയോകൾ അവൈലബിൾ. ഇത്രയും തന്ത്രങ്ങൾ മനുഷ്യൻ മെനഞ്ഞിട്ടും അവയെയൊക്കെ അതിജീവിക്കുന്ന ഈ ജീവി ഒരു സംഭവം തന്നെ. ഗൂഗിളും യൂട്യൂബും ഒന്നുമില്ലാത്തവർ, തികച്ചും നിരായുധർ. കോളേജിൽ പോകാൻ ഒരുങ്ങി. നായ പ്രശ്നം പരിഹരിക്കപ്പെടും വരെ ഇനി ജീൻസ് മതി. പക്ഷേ എന്ത് കാര്യം? നിറയെ ഡിസൈൻഡ് കീറലുകൾ. കാലുകൾ പകുതിയും നഗ്നമാണെന്ന് തന്നെ പറയാം. എങ്കിലും ഒരു ആത്മവിശ്വാസത്തിന് ജീൻസ് ധരിച്ചു. ഹൈ ഹീൽഡ് ചെരുപ്പ് ഉപേക്ഷിച്ചു. ഷൂ മതി. ഓടേണ്ടി വന്നാലോ? സ്റ്റൈൽ ആൻഡ് 5 ഫോൾഡ് കൂടെ ഉപേക്ഷിച്ച് കാലൻ കൂടെ കയ്യിലെടുത്തു. നായയെ കണ്ടാൽ ഐ കോണ്ടാക്റ്റ് കൊടുക്കാതെ നടന്നു നീങ്ങണം, യൂട്യൂബർ പറഞ്ഞതോർത്തു. അറിയാതെ എങ്ങാനും നോക്കിപ്പോയാലോ? കറുത്ത കൂളിംഗ് ഗ്ലാസ് വച്ച് ആ പ്രശ്നവും പരിഹരിച്ചു. ഒരു ഹെൽമെറ്റ് കൂടി വച്ചോളൂ, ഓടുമ്പോൾ വീണാലോ. ധൈര്യവതിയായ റൂംമേറ്റിന് എൻ്റെ വെപ്രാളവും ഒരുക്കങ്ങളും കണ്ടപ്പോൾ പുച്ഛം. രാത്രിയായപ്പോൾ 2ാം നിലയിലെ ഒരു പെൺകുട്ടിക്ക് കടിയേറ്റതായി അറിഞ്ഞു. ഉള്ളൊന്ന് കാളി. വഴിപോക്കരിൽ പലരും ഇരകളായി. നായപിടുത്തക്കാർ എത്തി. നായയെ കണ്ടെത്താനാവാതെ മടങ്ങി. ഒടിയനെ പോലെ രാത്രി വന്ന് ആക്രമിച്ച് മടങ്ങുന്ന നായയെ സ്വപ്നം കണ്ട് പലവട്ടം ഞെട്ടിയുണർന്ന കാളരാത്രി. പിറ്റേന്ന് രാത്രിയായിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടതായി കേട്ടില്ല. നാട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ. എടുക്കുമ്പോൾ തന്നെ ഞാൻ പരിധിക്ക് പുറത്ത്. ഗേറ്റിന് വെളിയിൽ ചെന്ന് നിന്നാൽ റേഞ്ച് കിട്ടും. പക്ഷേ ഞാൻ നായയുടെ റേഞ്ചിലാകുമല്ലോ. രണ്ടും കൽപ്പിച്ച് ജീൻസും ധരിച്ച് കാലൻ കുടയും എടുത്ത് പുറത്തിറങ്ങി. ചുറ്റും നോക്കി. കക്ഷി പരിസരത്തെങ്ങുമില്ല. ഭാഗ്യം. ഫോണിലൂടെ ഞാൻ വാചാലയായി. ഞാൻ പണ്ടേ വാചാലയാണല്ലോ. പെട്ടെന്നാണ് മുട്ടനൊരു കുര കേട്ടത്. ഫോൺ തെറിച്ചു പോകാത്തത് ഭാഗ്യം. പോസ്റ്റിന് ചുവട്ടിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ. ആരോ റോഡ് ക്രോസ് ചെയ്ത് ഓടിപ്പോകുന്നു. കാലിൽ എന്തോ പറ്റി കുടയുന്നു. കടിച്ചതായി തോന്നിയില്ല. പിന്നാലെ വന്ന മറ്റൊരാളുടെ നേരെയും ഇതേ കാര്യം നായ ആവർത്തിച്ചു. കാലിൽ എന്താണാവോ പറ്റുന്നത്? തന്നെ കണ്ടിട്ടും നായ കുരയ്ക്കുക പോലും ചെയ്തതുമില്ലല്ലോ. അല്പം കൂടി അടുത്തേക്ക് ചെന്ന് എത്തി നോക്കി. ഒരിത്തിരി കുഞ്ഞൻ. നായയുടെ ഒരു മിനിമൈസ്ഡ് വേർഷൻ. ഒരു പൂച്ചയോളം മാത്രം വലിപ്പമുള്ളവൻ. ആരോ കൊടുത്ത ഭക്ഷണപ്പൊതി അടുത്ത് തന്നെ ഉണ്ട്. കുറച്ച് കഴിച്ച മട്ടുണ്ട്. കുറച്ച് ഭാഗം ആരോ ചവിട്ടി അരച്ചിട്ടുമുണ്ട്. ഓ, അപ്പോൾ അതാണ് കാര്യം. പൊതിയിൽ ചവിട്ടുന്നവർ കടി കിട്ടാൻ അർഹരാവും. നാടിനെ കിടുകിട വിറപ്പിച്ച വില്ലൻ എൻ്റെ മനസ്സിൽ എത്ര വേഗമാണ് സുന്ദരനായ ഇത്തിരി കുഞ്ഞനായി മാറിയത്. നായ ഒരു ഭീകരജീവിയാണോ? ഈ ഇത്തിരി കുഞ്ഞൻ ഭീകരജീവിയല്ല. അല്ലേ അല്ല.